ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബാക്ക് ടു സ്കൂളിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയ ആ ഒരു ഷോപ്പിൻ്റെ കുറച്ചധികം വീഡിയോസെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടാവേ. ഞാൻ കഴിഞ്ഞ കൊല്ലെല്ലാം ടിഫിൻ ബോക്സ് എല്ലാം കാണുമ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് ആയിരുന്നു മേങ്ങിയെന്നെല്ലാം. അപ്പോൾ അതേപോലത്തെ ടിഫിൻ ബോക്സും അങ്ങനത്തെ കുറേ വെറൈറ്റി ടിഫിൻ ബോക്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും ഇവിടെ എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്ക്. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ബാഗാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ 3 ആൾക്കുള്ള ബാഗും എടുത്ത് അപ്പോൾ എടുത്ത സാധനമെല്ലാം ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാവേ. അത് കഴിഞ്ഞിട്ടായിട്ട് വാട്ടർ ബോട്ടിലും എടുത്തിട്ടുണ്ടായിന്. എനിക്ക് തോന്നുന്നു വാട്ടർ ബോട്ടിൻ്റെ ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന ടൈമിലത് കണ്ടിട്ടുണ്ടായിട്ടാണ്. പക്ഷെ പല വെറൈറ്റി വാട്ടർ ബോട്ടിലും എല്ലാം ഉണ്ടായിനവ. 3 ആൾക്കുള്ള വാട്ടർ ബോട്ടിലും എടുത്തിട്ടുണ്ടായിന്. പിന്നെ നോക്കിയിട്ടുണ്ടായത് ഇതുപോലെ ടിഫിൻ ബോക്സിൻ്റെ ആ ഒരു ഭാഗമാണ്. ഏതെടുക്കണം എന്നിട്ട് നല്ല കൺഫ്യൂഷനല്ലാവേ ഞങ്ങൾ ഉണ്ടായത്. നമ്മൾ ഈ ഒരു പർച്ചേസിങ്ങിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈമാണ്, സ്കൂൾ തുടങ്ങുന്നതിൻ്റെ ഒരു 3 ദിവസം മറ്റും മുന്നേ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടെങ്കിലും അതിലും നല്ല നല്ല കളക്ഷൻ, ആ ബാക്കിയുള്ള കുറച്ച് ലാസ്റ്റെല്ലാം ആകുമ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം നീങ്ങിയിട്ട് കഴിയുമല്ലോ. അപ്പോൾ ആ ഒരു ഉണ്ട സാധനത്തിൽ തന്നെ നല്ല കളക്ഷൻ ഉണ്ടായിന്. ഞങ്ങൾക്ക് കുറേ ടൈമൊന്നും പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം സെലക്ട് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിന്. പൗച്ച് കാര്യങ്ങൾ അതുപോലെ സംഭവങ്ങളെല്ലാം നമുക്ക് വിചാരിച്ച പോലത്തെ കിട്ടിയിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം മേങ്ങിയിട്ടാണ്. പിന്നെ മക്കൾക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മേങ്ങി, സ്നാക്സ് ബോക്സ്, ബുക്സ് കാര്യങ്ങൾ എല്ലാം മേങ്ങിയിട്ടുണ്ടായിന്. ഇതാണ് അന്നു മേങ്ങിയ ബാഗ്. അപ്പോൾ ഇതിന് കുറേ കളർ ഉണ്ടായിന്. ഓൾക്ക് ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് അന്നുൻ്റെ ടിഫിൻ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡലാണ് ഓൾ കഴിഞ്ഞ കൊല്ലമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് എവിടുന്ന് മേങ്ങിയെന്നെല്ലാം. അപ്പോൾ ആ ഒരു ടിഫിൻ ബോക്സ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏത് തരം മോഡൽ വേണമെങ്കിലും ഇപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ മേങ്ങിയിട്ടുള്ളത് കാഞ്ഞങ്ങാട് മാഗ്മ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ റേറ്റ് ഒന്നുമില്ല. ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അർമാൻ മേങ്ങിയ വാട്ടർ ബോട്ടിൽ. ഇത് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവുക. അങ്ങനെ പെട്ടെന്നൊന്നും ആയില്ല, കുറച്ച് കയ്യിൽ നിന്ന് വീണതും അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി അതിൻ്റെ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ടിഫിൻ ബോക്സ് ഓൺലൈനിലെല്ലാം നോക്കിയാൽ അറിയും, നല്ല റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ അധികം ഒന്നും റേറ്റ് ഇല്ല. അത്യാവശ്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്ര ആ ഒരു റേറ്റ് തന്നെയാണ്. പിന്നെ ഇത് കാണാനും നല്ല രസമല്ലേ, അതേപോലെ മക്കൾക്ക് കൊണ്ടുപോകാനും സുഖമാണ്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ അത്ര അധികം അങ്ങനെ റേറ്റായിട്ട് അങ്ങനെ തോന്നിയിട്ടാണ്. അപ്പോൾ ഇതാണ് ജമ്മുവിന് മേങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളറ് അർമാനും എടുത്തിട്ടുണ്ടായിന്. യെല്ലോ കളറാണ് അർമാനും എടുത്തിട്ടുണ്ടായത്. എല്ലാം നല്ല ക്യൂട്ട് സംഭവങ്ങളാണ്. നല്ല രസമുണ്ടായിന് കാണാൻ. അവിടെ ഓരോന്ന് കാണുമ്പോൾ ഏത് എടുക്കണം എന്ന് വിചാരിക്കുന്നു, അത്രക്കും പല വെറൈറ്റീസിലാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് അന്നു മേങ്ങിയ ബോട്ടിൽ. അപ്പോൾ അതിൻ്റെ റേറ്റ് അറിയുന്നത് 340 ഈ ഒരു ടിഫിൻ ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 385 ആ ഒരു റേറ്റിലാണ് അത് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവുക ഈ ഒരു വാട്ടർ ബോട്ടിലും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 345. ഇത് അർമാൻ്റെതാണ്. ഓനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഓന് ഇതാണ് സെലക്ട് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അന്നൂൻ്റെ ഈ ഒരു ടിഫിൻ ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 595 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൽ നല്ല സ്പേസ് ഉണ്ടാവുക ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റേറ്റും ഉണ്ടായിന്. ഇതാണ് ജമ്മുവിന് മേങ്ങിയ ബാഗ്. ഇതുപോലെ KG പിള്ളമാർക്ക്, പിന്നെ 1, 2, 3 ചെറിയ കുട്ടികൾക്കെല്ലാം ഉള്ള ബാഗല്ലേ, അതിലെല്ലാം കുറേ വെറൈറ്റീസ് എല്ലാം ഉണ്ടായിന്. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു സ്നാക്സ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം മേങ്ങിയിട്ടുണ്ടായത്. ഇതാണ് ജമ്മുവിൻ്റെ വാട്ടർ ബോട്ടിൽ. ഇത്രയെല്ലാം മേങ്ങിയിട്ടുണ്ടായത്. പിന്നെ നമുക്ക് കിറ്റിൽ ടിഫിൻ ബോക്സിനൊന്നിച്ചിട്ട് വെച്ച് കൊടുക്കാനുള്ള കുറച്ച് ടവലും കാര്യങ്ങളും ഇത്രയെല്ലാം മേങ്ങിയത്. ജമ്മുവിൻ്റെ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 195. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം മേങ്ങാനുണ്ട്. ബാക്കി അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ആക്കാൻ മറക്കണ്ടാവുക. വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ പ്ലീസ് ഒന്ന് ലൈക്ക് ആക്കിയത്.
അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റ് ആക്കുക, ഒരു സ്മൈൽ ഇട്ടാലും മതി. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.